Welcome to Garam Masala, the magic spices of cooking. കുബൂസ് പുഡിംഗ്. ഇന്ന് നമുക്ക് ലെഫ്റ്റ് ഓവർ കുബൂസ് ഉപയോഗിച്ച് സ്വാദിഷ്ടമായ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. ചൂടോടെയും തണുപ്പോടെയും സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. ഇതിനുവേണ്ടി ഞാൻ ബാക്കി വന്നിട്ടുള്ള കുബൂസാണ് എടുത്തിട്ടുള്ളത്. 1.5 വലിയ കുബൂസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ കുബൂസാണ് എടുക്കുന്നതെങ്കിൽ 5 കുബൂസ് എടുക്കണം. നമുക്കിതിനെ ഒരു മിക്സിയിലോട്ടോ ഫുഡ് പ്രോസസറിലോട്ടോ എടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഒരു ചോപ്പർ ഉപയോഗിച്ചാലും മതി. നമ്മുടെ കുബൂസ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കേണ്ട വെസൽ എടുക്കാം. ഇതിലോട്ട് 2 മുട്ട എടുക്കാം. ഈ മുട്ടയെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യണം. പുഡിംഗ് ആകുമ്പോൾ നല്ല മധുരം ഉണ്ടായിരിക്കണം. 1 മുതൽ 1.25 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ചേർക്കാം. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഞാൻ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അടുത്തതായി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുബൂസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിനെ പാലിന്റെ മിക്സ്ചറുമായി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുബൂസ് പാല് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. നമ്മുടെ പുഡിംഗ് മിക്സ് ഇപ്പോൾ തന്നെ തിക്കായി വരുന്നുണ്ട്. അടച്ചു വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ നന്നായി തിക്കാക്കി എടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മിക്സിനെ നമുക്ക് ചൂടോടുകൂടെ തന്നെ ഒരു പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാം. ബ്രെഡ് പുഡിംഗ് പോലെ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. ഈ പുഡിങ്ങിനെ നമുക്ക് ചൂടോടെയും തണുപ്പിച്ചും സെർവ് ചെയ്യാവുന്നതാണ്. ഇതിനെ ഒരു പുഡിംഗ് ബൗളിലോട്ട് മാറ്റിയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ലെവൽ ചെയ്തെടുക്കാം. ചൂടോടുകൂടെയാണ് ഈ പുഡിംഗ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിനെ ഗാർണിഷ് ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. 6 മുതൽ 8 ഡേറ്റ്സ് വരെ എടുക്കാം. ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് പുഡിങ്ങിന്റെ മുകളിലായി വെച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് നട്ട്സ് കൊണ്ടോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് കൊണ്ടോ എല്ലാം ഗാർണിഷ് ചെയ്യാം. അവസാനമായി പുഡിങ്ങിന്റെ മുകളിലായി നമുക്ക് 1/4 കപ്പ് തേൻ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഷേക്ക് ചെയ്ത് കൊടുക്കാം. തേൻ എല്ലാ ഭാഗത്തും ഒന്ന് എത്തട്ടെ. ഇനി ഈ പുഡിങ്ങിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 3 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കുബൂസ് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യാം. താങ്ക് യു.